ഹലോ മിസ്റ്റർ കണ്ണൻ നായർ. എവിടെ അത്? ദിസ് ഇസ് ബോബ്സ് കോവ് നേച്ചർ വാക്ക് അല്ലേ? ഡ്രോൺസ് പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. $800 ഫൈൻ. ഹായ്. ലെഫ്റ്റിലേക്ക് 20 മിനിറ്റ് ജെട്ടി, നേരെ പോയ വിയ ലൂപ്പ് ട്രാക്ക്, 30 മിനിറ്റ്, പിന്നെ 12 മൈൽ ഡെൽറ്റ, മൗണ്ട് ക്രിസ്റ്റോൺ കാർ പാർക്ക്. ഏതാ വേണ്ടേ? നമുക്ക് ജെട്ടിയിലേക്ക് പോയാലോ? വാ, ഇതിലേ പോവാം. ലെഫ്റ്റ്, കാരണം ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് കേൾക്കണ മനസ്സിലായി. നല്ല ഇറക്കമാണ്. അതെ, എന്ത് രസമാണ് കാണാ. ഇത്രയും ദൂരം കയറണല്ലേ? 20 മിനിറ്റ് താഴോട്ട്, 20 മിനിറ്റ് അല്ല 50 മിനിറ്റ് മേലോട്ട്. അല്ല, 10 മിനിറ്റ് താഴോട്ട് 10 മിനിറ്റ് മേലോട്ടായിരിക്കും. ആ, ടോട്ടൽ 20 മിനിറ്റ് എന്നല്ല എഴുതിയിരുന്നേ. ആഹാ, ഓഹോയ് ഓഹോയ്. പിന്നെ ഇന്റർനെറ്റ് ഇല്ല, കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് കുറെ വണ്ടികൾ മേലെ കിടക്കുന്നുണ്ട്. എന്ത് രസാണ് നോക്ക്. ആകെ കിളിനാദങ്ങൾ മാത്രം. അയ്യോ, ഇത് നല്ല കയറ്റം ഉണ്ടോ കണ്ണാ. ഞാൻ തിരിച്ചു വരുമ്പോ ചിലപ്പോ കരിയൊക്കെ ചെയ്യും. പൊന്നുമാണ് നിർബന്ധിച്ചത്. ഇത് പൊന്നുവിന്റെ നിർബന്ധം. അയ്യോ, ഇത് ഭയങ്കര ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ കയറാം, അവർക്കൊന്നും കുഴപ്പമില്ല. അവരൊക്കെ നല്ല ഫിറ്റാ. അയ്യോ, കണ്ണനിങ്ങനെ ഇറങ്ങി പോയാലോ? I have little legs. പതുക്കെ പോ കണ്ണ, ഇത് ഭയങ്കര കയറ്റം കേട്ടോ. അയ്യോ, വേണ്ടായിരുന്നു. അതെ, പൊന്നു എന്നെ നിർബന്ധിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു സ്ഥലത്തോടെ ഇറങ്ങി നടക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അല്ല. ഇത് നല്ല അത്യാവശ്യം വലിയ കയറ്റമാണ്. ഇത് 100% ഞാൻ കരയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. തന്നെ സ്വയം അവലോകനം ഉള്ളത്. ഇത് അവലോകനം അവബോധം. ഞാൻ പണ്ട് ഹിന്ദി മീഡിയം ആയിരുന്നു. ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. എന്നിട്ട് അതിന് സപ്ലിമെന്റ് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് 20 മിനിറ്റ് അല്ല, ഇതെനിക്ക് 1 മണിക്കൂർ എടുക്കും കയറി വരാൻ. ഇറങ്ങാൻ എളുപ്പമല്ലേ? ഇത് നമ്മൾ ലേക്ക് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറക്കം തന്നെ ആയിരിക്കും. ഇല്ല അണ്ണാ, ഇവിടെ തണുപ്പുണ്ടെങ്കിൽ നല്ല എന്താ പറയാ, വെയിലും കൊണ്ട് നല്ല ചൂട് പിടിച്ച് കിടക്കല്ലേ. വെയില് കൊണ്ട് ചൂടാവത്തില്ലേ വെള്ളം? ചായപ്പൊടി എടുത്തിട്ട് വരാം. ചായ വാ, ഇത് നോക്കണ. പൂ പിടിക്കരുത്. പൂ പൊട്ടിക്കത്തില്ല, മണത്തൊക്കെ വേണം. മണമൊന്നുമില്ല, പക്ഷെ ഭയങ്കര രസം. ഇതിനെയാണ് ഹോത്തോൺ എന്ന് പറയുന്നത്. ഹോത്തോൺ. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഗ്ലാസ് കൊടുത്ത് വന്ന്. അതെ, ഓ എന്താ
നടന്നിട്ട് അങ്ങ് എത്തുന്നില്ലല്ലോ. ആഹാ, ചെറിയ അരുവി. എന്താ ഐസ് വെള്ളം. അമ്മേ, അത് കുഴപ്പമൊന്നുമില്ല. അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല എന്നൊക്കെ ഞാൻ പറയും. കാല് നനച്ചിട്ട് ബാക്കി പറയാം. അല്ലെങ്കിൽ കാണാൻ ഉന്തിയിടേണ്ടി വരും. എന്ത് രസാലേ ഈ പൂക്കളൊക്കെ. ഏത്? ആ, അത് റെസ്റ്റ് റൂമാണ്. നല്ല ഇലക്ട്രിക് സ്റ്റേഷൻ നല്ല രസം. പുള്ളി ചാർജായിട്ട് കയറി വരാം. കുഴിയാ നോക്കിക്കേ. കുഴിയാ കുഴിയാ കുഴിക്കാക്കൂസ. ഇത് നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് അതാണ്. കണ്ടോ അവിടെ ഒരു പിയർ കണ്ടോ ഫ്രണ്ടിലേക്ക്? ആഹാ, എന്തെല്ലാം സ്ഥലല്ലേ. എത്താറായോ? എത്തിയോ? ഓ, വെള്ളത്തിന്റെ കളർ കണ്ടോ? ഇത്രയും ക്ലിയർ വാട്ടർ ഞാൻ കണ്ടിട്ടില്ല. മുന്നേ ന്യൂസിലാൻഡിൽ വന്നപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. മിറർ ലേക്കിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. അതെ, അത് ആകാശത്തിന്റെ. ഓഹ്, വാവ്. നീല കളറാ വെള്ളത്തിൽ. അതേ പറഞ്ഞ ഈ വെള്ളത്തിന് എന്തോ ഒരു സംഭവം ഉണ്ട്. ഹലോ, how are you feeling? വെരി ഗുഡ്. നീല കളറിലെ പ്രതിഭാസം മനസ്സിലാകുന്നില്ല. ഒരു അഴുക്കുമില്ല, ഒന്നുമില്ല, ഒരു പൊല്യൂഷനും ഇല്ല. അതാണ് ആ ഒരു ഇതുണ്ടോ. എന്താ വെള്ളത്തിന്റെ കളറ്. ഇവിടെ നല്ല ആഴമുണ്ടല്ലേ, നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റും. മറ്റേ സിനിമയിലൊക്കെ പോലെ ഇങ്ങനെ ഓടി വന്നിട്ട് ഇവിടെ മറ്റേ ചാട്ടം ചാടുന്ന ഇതൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതെ അതെ അതെ. ഇത് നോക്കണ ആ ഇത് കണ്ടോ, ആകാശത്ത് നിക്കുന്ന പോലെയില്ലേ? ചുള്ളിക്കമ്പുകൾ ആകാശത്ത് നിൽക്കുന്നു. സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്താടാ ഇതിനെക്കൊണ്ട് പറ്റും തോന്നുന്നില്ല ഷാജേട്ടാ. കേറിയേ പറ്റുള്ളൂ. 5 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞത് ആകാശത്തോട്ട് നടക്കുന്ന പോലെ ഉണ്ട്. ഇത് വലിയ കയറ്റമൊന്നും അല്ലടാ, ചെറിയ കയറ്റം.
അതെങ്ങനെയാ 2 അടി വെച്ചാ ഭൂമിയും പാതാളം അളന്നെടുക്കുന്ന ആൾക്കാർക്ക്? അതെ അതെ. 1 അടി വെച്ചാ എറണാകുളത്ത്, 2 അടി വെച്ച തൃശ്ശൂരത്ത്. എന്ത് ചെയ്യാൻ? ഞാനിവിടെ ഞാൻ എനിക്ക് പറ്റുന്നതിൽ ഏറ്റവും പതുക്കെയാ പോകുന്നത്. ആംബുലൻസ് വിളിക്കാം. ആംബുലൻസ് ഒന്നും ഇല്ല ഇവിടെ. തരത്താരം നമുക്ക് കയറി പറ്റുമോ? ഇതാ വണ്ടിയുടെ ഒച്ച കേൾക്കാം. ബാ ബാ, എത്താറായിരിക്കണു നമ്മൾ. അറവാന ഉണ്ടായിരുന്നെങ്കിൽ തള്ളിക്കൊണ്ട് വരുന്നില്ല. പിന്നെ ഓക്കെ. ചെറിയ കയറ്റോടാ. അതാ എത്തി. വണ്ടിയുടെ സൗണ്ട് കേട്ടോ. ഇപ്പം എത്തും. ഇത് പൊന്നുവിൻ്റെ ഐഡിയ. അതെ അതെ, എൻ്റെ ഐഡിയ അല്ലായിരുന്നു. ഇത് പൊന്നുവിൻ്റെ ഐഡിയ.